വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയെങ്കിലും അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ആരംഭിച്ച സ്ഥിതിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 90 ദിവസത്തേക്ക് റെസിപ്രോക്കൽ താരിഫ് മരവിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും ഈ തീരുമാനത്തിൽ നിന്നും ചൈനയെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിനുള്ള ഒരു റിട്ടാലിയേറ്റ് ആക്ഷൻ എന്ന നിലയിൽ ചൈന അമേരിക്കയ്ക്ക് മുകളിൽ ഏർപ്പെടുത്തിയ 34% താരിഫ് ഇപ്പോൾ 84%ആക്കി ഉയർത്തുകയും ചെയ്തു. ഇത് വരും ദിവസങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റിനെയും ഗ്ലോബൽ മാർക്കറ്റിനെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഡയറക്റ്റ് ഇതിന്റെ ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാകില്ലെങ്കിലും ഗ്ലോബൽ മാർക്കറ്റ് മോശമായാൽ ഇന്ത്യൻ മാർക്കറ്റിനും ഗ്ലോബൽ മാർക്കറ്റിനനുസരിച്ച് നീങ്ങേണ്ടതായി വരും. ഇത് ഇന്ത്യൻ മാർക്കറ്റിലും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ബാങ്ക് നിഫ്റ്റി ഏകദേശം ഇൻട്രാഡേയിൽ 1000 പോയിന്റോളം ഉയരുകയും നിഫ്റ്റി 50 22,695 നിന്നും 22,923 വരെ ഇൻട്രാഡേയിൽ മൂവ്മെന്റ് നടത്തുകയും ചെയ്തു. അതേസമയം ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റും അമേരിക്കൻ മാർക്കറ്റും റിസഷനിലേക്ക് പോകാനുള്ള സാധ്യത ഉയരുന്നതിന്റെയും പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ മാർക്കറ്റിലും അല്ലെങ്കിൽ ഉയരുന്നതിന്റെയും പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ മാർക്കറ്റും സമ്മർദ്ദത്തിലാകുന്നത്. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ 22,800 മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയെങ്കിലും 22,900 ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവൽ തന്നെയാണ്. 50-യുടെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച്. ഇത് കഴിഞ്ഞാൽ 23,200 മറ്റൊരു പ്രധാന റെസിസ്റ്റൻസ് ലെവലാണ്. 23,200 എന്ന ലെവൽ മറികടന്നാൽ മാത്രമേ ഇന്ത്യൻ മാർക്കറ്റ് തിരിച്ച് ബുള്ളിഷ് ട്രെൻഡിലേക്ക് മടങ്ങിയെത്തൂ എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി 90 ദിവസത്തേക്ക് താരിഫ് ഏർപ്പെടുത്തുന്നത് താൽക്കാലികമായി നിർത്തിയെങ്കിലും അടിസ്ഥാനമായി ഏർപ്പെടുത്തിയ 10%-ഓളം താരിഫ് നിലനിൽക്കുന്നുണ്ട്. അതുകൂടാതെ ഓട്ടോ, മെറ്റൽസ് എന്നിവയുടെ ഇമ്പോർട്ടിന് മുകളിൽ ഏർപ്പെടുത്തിയ താരിഫും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ചൈന കൂടി 34%-ൽ നിന്നും അമേരിക്കൻ ഐറ്റങ്ങൾക്ക് മുകളിലുള്ള താരിഫ് 84%-ലേക്ക് ഉയർത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷനിലേക്ക് അൺസർട്ടനിറ്റി വരികയും ഇത് വ്യാപാര യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ക്രൂഡ്, മെറ്റൽ തുടങ്ങിയവയുടെ വിലയിൽ ഇടിവ് പ്രതീക്ഷിക്കാം. കാരണം ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ്, മെറ്റൽ തുടങ്ങിയവയെ വ്യാപാര യുദ്ധം പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം ബാങ്കിംഗ്, ഫാർമ, എനർജി തുടങ്ങിയ സെക്ടറിൽ മികച്ച ബാലൻസ് ഷീറ്റുള്ള കമ്പനികൾ വരും സമയങ്ങളിൽ ചിലപ്പോൾ ഡീസന്റ് പെർഫോമൻസ് നടത്താനും സാധ്യതയുണ്ട്. എന്നാലും വരും സമയങ്ങളിൽ കാര്യങ്ങൾ അൺസർട്ടനായി തന്നെ നിലനിൽക്കുമെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ഇവിടെ 22,900 മുതൽ 23,100 വരെയുള്ള റേഞ്ചിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ റേഞ്ചിൽ ഇന്ത്യൻ മാർക്കറ്റ് റെസിസ്റ്റൻസ് നേരിടാൻ സാധ്യതയുണ്ട്. അനലിസ്റ്റുകൾ മാർക്കറ്റിന്റെ നേട്ടത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നതിന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണം മ്യൂച്വൽ ഫണ്ട് വഴി മാർക്കറ്റിലേക്ക് എത്തിയ ഫണ്ട് ഇൻഫ്ലോയിൽ സംഭവിച്ച ഗണ്യമായ കുറവാണ്. അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് പുറത്തുവിട്ട കണക്ക് പ്രകാരം മാർച്ച് മാസത്തിൽ മ്യൂച്വൽ ഫണ്ട് വഴി മാർക്കറ്റിലേക്ക് എത്തിയ ഫണ്ട് ഇൻഫ്ലോയിൽ ഏകദേശം 11%-ഓളം ഇടിവ് വന്നു. ഫെബ്രുവരി മാസത്തിൽ 29,300 കോടിയായിരുന്നു മ്യൂച്വൽ ഫണ്ട് വഴി മാർക്കറ്റിലേക്ക് എത്തിയ ഫണ്ട് ഇൻഫ്ലോ. അത് മാർച്ച് മാസമായപ്പോൾ 25,082 കോടിയിലേക്ക് എത്തി. ഏറ്റവും അധികം മോശം പെർഫോമൻസ് കാഴ്ചവെച്ചത് സെക്ടോറൽ ആൻഡ് തീമാറ്റിക് സെക്ടറിലെ ഫണ്ടുകളാണ്. സെക്ടോറൽ ആൻഡ് തീമാറ്റിക് സെക്ടറിലെ പല ഫണ്ടുകളിലും ഉയർന്ന റിഡപ്ഷൻ റേറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. ഫെബ്രുവരി മാസത്തിൽ ഏകദേശം 5,711 കോടി രൂപയുടെ ശക്തമായ നിക്ഷേപമായിരുന്നു സെക്ടറൽ ആൻഡ് തീമാറ്റിക് ഫണ്ടുകളിലേക്ക് വന്നതെങ്കിൽ മാർച്ച് മാസത്തിലെ ഫണ്ട് ഇൻഫ്ലോ വെറും 735 കോടിയിലേക്ക് കുറയുകയും ചെയ്തു. അതേസമയം മാർക്കറ്റിൽ നിന്നുള്ള ഫണ്ട് ഔട്ട്ഫ്ലോയിൽ 65%-ഓളം വർധനവുണ്ടാവുകയും ചെയ്തു. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഫണ്ടുകളിലേക്ക് മിഡ് ക്യാപ് ഫണ്ടിൽ 3,439 കോടിയുടെയും സ്മോൾ ക്യാപ് ഫണ്ടിൽ 4,992 കോടി രൂപയുടെയും ഫണ്ട് ഇൻഫ്ലോ വന്നിട്ടുണ്ട്. അതേസമയം ലാർജ് ക്യാപ് ഫണ്ടുകളിലേക്കുള്ള ഫണ്ട് ഇൻഫ്ലോ മാർച്ച് മാസത്തിൽ ഫെബ്രുവരി മാസത്തിൽ നിന്നും കുറയുകയാണ് ഉണ്ടായത്. 2,866 നിന്നും 2,479 കോടിയിലേക്കാണ് കുറഞ്ഞിരിക്കുന്നത്. ഇനി മാർക്കറ്റിൽ നിന്നുള്ള ഫണ്ട് ഔട്ട്ഫ്ലോയിലും വളരെ വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. ഫെബ്രുവരി മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫണ്ട് ഔട്ട്ഫ്ലോ 65%-ആണ് വർദ്ധിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾ, അതായത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ കുറയുന്നു എന്നുള്ള ട്രെൻഡാണ് ഈ ഡേറ്റയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്